നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തിന് തുടക്കമാകട്ടെ എന്ന് ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സോ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യാൻ തന്നിരിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ പേര് ക്ലബ് മൗസ് എന്നാണ്. ക്ലബ് മൗസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ബ്ലോക്ക് ചെയിൻ എന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ സുഹൃത്തുക്കളൊക്കെ ബ്ലോക്ക് ചെയിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. ഒരു മിനിറ്റിൽ ഞാൻ ബ്ലോക്ക് ചെയിന്റെ ഒരു ആവശ്യകതയെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. 2008-2009 കാലഘട്ടങ്ങളിൽ ലോകമെമ്പാടും ബ്ലോക്ക് ചെയിൻ ആശയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനൊക്കെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം കേട്ടിട്ടേ ഉള്ളൂ 2008. അങ്ങനെയാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, 2008 വന്നൊരു ആശയം 2025 നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. എന്താണ് ബ്ലോക്ക് ചെയിൻ എന്ന് ചോദിച്ചാൽ, ഇനി വരുന്ന 20 വർഷം ലോകത്തെ ഭരിക്കാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. വെബ് 2 കാലഘട്ടത്തിനു ശേഷം വെബ് 3 നമ്മൾ വന്നിരിക്കുകയാണ്. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വെബ് 1, വെബ് 2, വെബ് 3 എന്നതിനെ കുറിച്ചാണ്. വെബ് 1 എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി ഒരു കമ്പനിയുടെ പരസ്യങ്ങൾ കാണുവാൻ മാത്രം സാധിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതിനുശേഷം വെബ് 2 വന്നു. നമുക്ക് പറയുവാനും വായിക്കുവാനൊക്കെ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഇന്റർനെറ്റിലൂടെ, ലൈക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ്, ജിമെയിൽ ഒക്കെ നമുക്ക് വെബ് 2 ഭാഗമായി പറയാം. അങ്ങനെയാണെങ്കിൽ വെബ് 3 ഒരിക്കലും എഡിറ്റ് ചെയ്യാനോ ഹാക്ക് ചെയ്യാനോ ഡേറ്റ മിസ്സാകില്ല എന്ന് നമുക്കുറപ്പുള്ള ഒരു ടെക്നോളജിയാണ് വെബ് 3. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്റർനെറ്റ് റിലേറ്റഡ് ലോകത്താണ്. ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു ദിവസം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരു ദിവസം പോട്ടെ, 5 മിനിറ്റ് നമുക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കുമോ? ഫേസ്ബുക്ക് ഇല്ലാതെ, വാട്സപ്പ് ഇല്ലാതെ ഒക്കെ നമുക്ക് പറ്റും. പക്ഷെ ഹോസ്പിറ്റലിൽ പോയാൽ OP ടിക്കറ്റ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഇന്റർനെറ്റ് വേണം. ബസ്സിൽ ടിക്കറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് വേണം. എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നു, ഇന്റർനെറ്റും സോഫ്റ്റ്വെയറിന്റെയും നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നതാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഒരു ഡാറ്റ എഡിറ്റ് ചെയ്യാനോ ഹാക്ക് ചെയ്യാനോ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു മേഖലയാണ് ബ്ലോക്ക് ചെയിൻ. അങ്ങനെയെങ്കിൽ ലോകത്ത് ഒരു ബ്ലോക്ക് ചെയിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്റെ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. ഇന്റർനെറ്റ് വന്ന സമയത്ത് ആരൊക്കെയാണോ ആ മേഖലയുടെ കൂടെ നിന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന മേഖലയുടെ കൂടെ ആരൊക്കെയാണോ നിന്നത്, അവരൊക്കെ ഇന്ന് മില്യണേഴ്സ് ആണെങ്കിൽ അതിനുശേഷം വരുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ. ഇന്ന് ഈ മേഖലയുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും മില്യണേഴ്സ് ആകും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു ഫ്യൂച്ചർ മില്യണേഴ്സിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. സോ എന്റെ പ്രൊജക്റ്റിന്റെ പേര് ക്ലബ് മൗസ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ്. ശരിക്കും ബ്ലോക്ക് ചെയിനുകളുടെ പേര് പറയാനാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഇവിടെ ആദ്യമായി പറയാനുള്ളത് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയേണ്ടതായിട്ട് വരും. അതിനുശേഷം പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് എത്തോറിയം എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ചെയിനെ കുറിച്ച് പറയേണ്ടത്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നു, ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. 2008, 2009 കാലഘട്ടങ്ങളിൽ ആദ്യമായിട്ട് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിൻ നമ്മുടെ മുമ്പിലേക്ക് വരികയുണ്ടായി. ഞാനും നിങ്ങളും അതിനെ ട്രസ്റ്റ് ചെയ്തിട്ടില്ല, ഞാനും നിങ്ങളും അതിനെ അംഗീകരിച്ചിട്ടില്ല, ഞാനും നിങ്ങളും അതിനെ ചെവി കൊണ്ടിട്ടില്ല. പക്ഷെ ഞാനും നിങ്ങളും ഒരു കാര്യം കേട്ടു, ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ സ്കേം ആയിരിക്കും എന്ന് ഞാനും നിങ്ങളും കേട്ടു. ലോകം കണ്ട ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോയിനായി, ഒരു ക്രിപ്റ്റോ കറൻസി ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇൻ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന മേഖലയുടെ ഏറ്റവും നൂതനമായ ഒരു ആശയത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സോ ഇനി വരാൻ പോകുന്ന നമ്മുടെ ബ്ലോക്ക് ചെയിന്റെ സർവീസുകൾ, ഒന്ന് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ. എന്താണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒരു ബ്ലോക്ക് ചെയിൻ സർവീസിൽ എന്തൊക്കെയാണ് പബ്ലിക്കിന് കൊടുക്കാൻ പോകുന്ന സർവീസുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്മാർട്ട് കോൺട്രാക്റ്റുകളാണ്. ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ടുകൾ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് പോലെ, അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ടുകളെ ഡെവലപ്പ് ചെയ്യുന്നത് സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയാണ്. 2, ടോക്കൺ ക്രിയേഷൻ.
ടോക്കൺ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. വാല്യൂ ഇല്ലാത്ത ഒരു കറൻസിയാണ് ടോക്കൺ. ഒരു ടോക്കൺ ജനിക്കണമെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ ടോക്കണെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം, ഒരു ടോക്കൺ ജനിക്കണമെങ്കിൽ, ഒരു ക്രിപ്റ്റോ കറൻസി ആകണമെങ്കിൽ അതിന്റെ ബേസ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ഉണ്ടായിരിക്കണം. ഒരു ബ്ലോക്ക് ചെയിന് മാത്രമേ ഒരു ടോക്കണിനെ ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ബ്ലോക്ക് ചെയിൻ ആണ്. ഇവിടെ ഒരുപാട് ബ്ലോക്ക് ചെയിനുകൾ ഉണ്ട്. അതിൽ ഒരു ബ്ലോക്ക് ചെയിൻ ആണ് ക്ലബ്മോസ് എന്ന് പറയുന്ന നമ്മുടെ ബ്ലോക്ക് ചെയിൻ. നമ്മുടെ ബ്ലോക്ക് ചെയിൻ കൊടുക്കുന്ന ഒന്നാമത്തെ സർവീസ് ആണ് സ്മാർട്ട് കോൺട്രാക്ട്. രണ്ടാമത്തെ സർവീസ് ആണ് ടോക്കൺ ക്രിയേഷൻ. മൂന്നാമത്തെ സർവീസ് ആണ് NFT. എന്താണ് NFT? ഒരു പക്ഷേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം. ഫോട്ടോ NFT, മോജി NFT, ലൈക്ക് അതൊക്കെ ഒരു NFT ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇൻ ഫ്യൂച്ചർ നമ്മളൊക്കെ ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ വാങ്ങി വിൽക്കുവാൻ വേണ്ടി ആമസോൺ, ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുന്നത് പോലെ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ വാങ്ങി വിൽക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് NFT മാർക്കറ്റ് പ്ലേസ്. ഞാനൊരു NFT പ്രൊവൈഡർ അല്ല. ക്ലബ്മോസ് എന്ന് പറയുന്ന ഒരു NFT പ്രൊവൈഡർ അല്ല. ക്ലബ്മോസ് എന്ന് പറയുന്നത് NFT പ്രൊഡക്റ്റുകൾ വാങ്ങുവാനും വിൽക്കുവാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് തരുന്നു. ദാറ്റ് മീൻസ് ഒരു ബ്ലോക്ക് ചെയിന് മാത്രമേ ആ സർവീസ് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കത്തുള്ളൂ. 4, ഗെയിമിംഗ്, AI, മെറ്റാവേഴ്സ് ഇന്റഗ്രേഷൻസ്. ഗെയിമിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ലോകം മുഴുവൻ ഇന്ന് വളരെയധികം മില്യൺസ് ഓഫ് ഡോളേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ സ്റ്റെബിലിറ്റി എന്താണ്? അതിന്റെ അതിന്റെ ഒരു ട്രസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ, അത് എനേബിൾ ചെയ്യുന്ന ഒരു ബ്ലോക്ക് ചെയിനിലാണെങ്കിൽ നമുക്ക് 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടായിട്ട് ഗെയിമിംഗ് മേഖല മാറും. ഇന്ന് AI പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. AI നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിന്റെ റിസൾട്ട് അത് 100% ട്രസ്റ്റഡ് ആണെന്ന് പറയാൻ സാധിക്കുമോ? കാരണം നമുക്കത് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് ബ്ലോക്ക് ചെയിൻ ത്രൂ ആണെങ്കിൽ നമുക്കത് ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദെൻ എന്താണ് നമ്മുടെ ബ്ലോക്ക് ചെയിനും നിങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം? സിമ്പിൾ. ഒന്ന്, എന്റെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ക്രോസ് ബ്ലോക്ക് ചെയിൻ ആണ്. ക്രോസ് ബ്ലോക്ക് ചെയിൻ. ഞാൻ ബ്ലോക്ക് ചെയിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ക്രോസ് ബ്ലോക്ക് ചെയിൻ? ഞാനും നിങ്ങളൊക്കെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണ്. ഗൂഗിൾ പേ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആയിട്ട് നിങ്ങൾ കാണുക. ഓക്കെ, ഇപ്പൊ എന്റെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് HDFC ആണെന്ന് കരുതുക. എക്സാമ്പിൾ, പ്രദീപ് സാറിൻ്റെത് കോട്ടക് മഹീന്ദ്രയോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് ആണെന്ന് കരുതുക. എന്റേത് HDFC ആണ്, പ്രദീപ് സാറിൻ്റെത് കോട്ടക് മഹീന്ദ്രയാണ്. എന്റെ ബാങ്കിൽ നിന്ന് പ്രദീപ് സാറിന്റെ ബാങ്കിലേക്ക് എനിക്ക് ഇന്ന് പേയ്മെന്റ് അയക്കാൻ ഗൂഗിൾ പേ വഴി സാധിക്കുമോ ഇല്ലയോ? എനിക്ക് ഉറപ്പുണ്ട് ഗൂഗിൾ പേ വഴി പേയ്മെന്റ് അയക്കാനായിട്ട് പറ്റും. കാരണം RBIയുടെ അണ്ടറിൽ രജിസ്ട്രേഷൻ ഉള്ള ഏത് ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് അയക്കാൻ നമുക്കിന്ന് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നിലവിൽ ഒരുപാട് ബ്ലോക്ക് ചെയിനുകൾ ഇന്ന് നിലവിലുണ്ട്. നിലവിലെ ഒരു ബ്ലോക്ക് ചെയിനിനും ആ സെയിം കോൺട്രാക്റ്റിലേക്ക് അല്ലാതെ വേറൊരു കോൺട്രാക്റ്റിലേക്ക് പേയ്മെന്റ് അയക്കാനായിട്ട് സാധിക്കത്തില്ല. എന്താണ് സെയിം കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ, എന്റെ ബ്ലോക്ക് ചെയിനിൽ നിന്ന് നിങ്ങളുടെ ബ്ലോക്ക് ചെയിനിലേക്ക് ഒരു കാര്യം അയക്കണമെങ്കിൽ, ഒരു ഡാറ്റ അയക്കണമെങ്കിൽ, ഒരു ക്രിപ്റ്റോ അയക്കണമെങ്കിൽ ഞാനും നിങ്ങളും സെയിം കോൺട്രാക്ട് ആയിരിക്കണം. ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു പുതിയൊരു മെമ്പറിന് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങളും ഞാനും സെയിം ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ മാത്രമേ ഗൂഗിൾ പേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഗൂഗിൾ പേ ഉപയോഗിക്കുമോ? ആൻസർ ഇല്ല എന്നായിരിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, നിലവിലെ ബ്ലോക്ക് ചെയിൻ സെയിം ആണെങ്കിൽ മാത്രമേ, സെയിം ബാങ്ക് ആണെങ്കിൽ മാത്രമേ പേയ്മെന്റ് അയക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റീസ് മാത്രമേ ഇന്ന് നിലവിലുള്ള ബ്ലോക്ക് ചെയിനുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അവിടേക്ക് പ്രൗഡ് ആയിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ക്ലബ്മോസ് എന്ന് പറയുന്ന എന്റെ ബ്ലോക്ക് ചെയിൻ ഒരു ക്രോസ് ബ്ലോക്ക് ചെയിൻ ആണ്. നിങ്ങൾ SBIയിൽ നിന്ന് ഫെഡറൽ ബാങ്കിലേക്കും, നിങ്ങൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് HDFCയിലേക്കും ഏത് ബാങ്കിലേക്ക് പേയ്മെന്റ് അയക്കുന്നത് പോലെ എന്റെ ബ്ലോക്ക് ചെയിനിലൂടെ നിങ്ങൾക്ക് ഏത് ബ്ലോക്ക് ചെയിനിലേക്കും ക്രിപ്റ്റോകളും ഡാറ്റകളും അയക്കുവാനായിട്ട് സാധിക്കും. സോ ലോകത്തിലെ ആദ്യത്തെ ക്രോസ് ബ്ലോക്ക് ചെയിൻ ആണ് ക്ലബ്മോസ് എന്ന് പറയുന്ന നമ്മുടെ ബ്ലോക്ക് ചെയിൻ. 2, ബ്ലോക്ക് ചെയിൻ എക്സ്പ്ലോർ. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എനിക്കും നിങ്ങൾക്കും കാണാനായിട്ട് സാധിക്കും. എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റുന്നത് പോലെ തന്നെ പബ്ലിക്കിനും അത് കാണാനായിട്ട് സാധിക്കും. 3, സ്വാപ്പ് മോസ്. എന്താണ് സ്വാപ്പ് മോസ്?
വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് മാത്രമേ സ്വാപ്പ് ലഭിക്കത്തുള്ളൂ. സ്വന്തമായി സ്വാപ്പ് ഉള്ള ഒരു കമ്പനിയാണ് ക്ലബ്മോസ് എന്ന് പറയുന്നത്. ലൈക്ക് ഇവിടെ ബിനാൻസ് അല്ലെങ്കിൽ പാൻകേക്ക് സ്വാപ്പ്, സൺ സ്വാപ്പ് പോലുള്ള ക്രെഡിബിലിറ്റി ഉള്ള പ്ലാറ്റ്ഫോമുകളിന് മാത്രമേ ഇന്ന് നിലവിൽ സ്വാപ്പ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രൗഡ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് സാധിക്കും, എന്റെ ക്ലബ്മോസ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിന് ഓൺ സ്വാപ്പ് ഉണ്ട്. 4, ക്രിപ്റ്റോ പേയ്മെന്റ് ഗേറ്റ്വേ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ക്രിപ്റ്റോ പേയ്മെന്റ് ഗേറ്റ്വേ എന്താണ്? ക്രിപ്റ്റോ പേയ്മെന്റ് ഗേറ്റ്വേ നിങ്ങളൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അതൊരു പേയ്മെന്റ് ഗേറ്റ്വേ ആണ്. RBIയുടെ അണ്ടറിൽ INR ഏതെങ്കിലും ഒരു ബാങ്കിനെ ടൈപ്പ് ചെയ്തുകൊണ്ടിട്ടാണ് നിങ്ങൾ ആ സർവീസ് ഉപയോഗിക്കുന്നത്. ഇൻ ഫ്യൂച്ചർ ഞാനും നിങ്ങൾ ക്രിപ്റ്റോ ഉപയോഗിക്കേണ്ടി വരും. ഞാനും നിങ്ങൾ ക്രിപ്റ്റോ ഉപയോഗിക്കുമ്പോൾ ഞാനും നിങ്ങളും ഉപയോഗിക്കുന്ന ക്രിപ്റ്റോ പേയ്മെന്റ് ഗേറ്റ്വേ അത് നമ്മുടെ പേയ്മെന്റ് ഗേറ്റ്വേ ആയി തീരണം. അതിലേക്കുള്ള കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പ്രൗഡ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് മോസ് കോയിൻ. എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കളും സ്ക്രീനിലേക്ക് നോക്കുക. മോസ് കോയിൻ. ഈ കോയിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് 2 കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ പ്രോജക്റ്റ് ഇന്ന് കേൾക്കാനിടയായത് ദൈവസ്പർശമുള്ള ഏതോ ഒരു വ്യക്തി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത് കൊണ്ടാണ്. അത് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ പ്രൊജക്ട് കേട്ട് അവസാനിക്കുമ്പോൾ തന്നെ 2009 ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു കോയിന്റെ വാല്യൂ എന്താണെന്ന് ഗൂഗിൾ എന്ന് ജസ്റ്റ് നോക്കണം. 2025 ആ ബിറ്റ്കോയിന്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ ഗൂഗിളിൽ നോക്കണം. എന്നിട്ട് നിങ്ങൾ ഇന്ന് ഈ സുഹൃത്തിനോട് ചോദിക്കണം, മോസ് കോയിന്റെ വാല്യൂ ആഫ്റ്റർ 10 ഇയർ എന്തായിരിക്കും എന്ന് നിങ്ങൾ ഈ പ്രൊജക്ടിലൂടെ മനസ്സിലാക്കണം. മോസ് കോയിൻ എന്ന് പറയുന്നത് ലൈക്ക് ബിറ്റ്കോയിനെ പോലെ, എത്തേറിയത്തിനെ പോലെ, TRXനെ പോലെ, BNBയെ പോലെ, പോളിഗണിനെ പോലെ, സൊലാനയെ പോലെ ഓൺ ബ്ലോക്ക് ചെയിന്റെ ഓൺ കോയിൻ ആണ് മോസ് കോയിൻ. ലൈക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു, നാളത്തെ ബിറ്റ്കോയിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നാളത്തെ എത്തേറിയത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതുപോലെ ഇതൊരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്റെ ബ്ലോക്ക് ചെയിന്റെ ഓൺ കോയിൻ ആണ് മോസ് കോയിൻ. ദെൻ ഇവിടെ ആകെ സപ്ലൈ എന്ന് പറയുന്നത് 100 കോടി കോയിൻ ആണ്. എന്റെ ബ്ലോക്ക് ചെയിനിൽ, ക്ലബ്മോസ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിലാണ് ഇത് എനേബിൾ ചെയ്തിരിക്കുന്നത്. ആകെ കോയിന്റെ എണ്ണം 100 കോടി കോയിൻ ആണ്. ഞാൻ നിങ്ങളോട് പ്രൗഡ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് മോസ് എന്ന് പറയുന്ന നമ്മുടെ കോയിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇന്ന് ഞാനും നിങ്ങളുമാണ്. സോ എന്താണ് USD മോസ്? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാനൊരു ബ്ലോക്ക് ചെയിൻ ആണ്. എന്റെ പ്രൊജക്ടിന്റെ ലിസ്റ്റിൽ ഞാൻ പറഞ്ഞു സ്മാർട്ട് കോൺട്രാക്ട് പറഞ്ഞു, തൊട്ട് താഴെ ടോക്കൺ ക്രിയേഷൻ എന്ന് പറഞ്ഞു. ഞാനൊരു ബ്ലോക്ക് ചെയിൻ ആണെങ്കിൽ എനിക്ക് എത്ര ടോക്കണുകൾ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കോയിൻ ആണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. USDT എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ഇന്ന് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേബിൾ കോയിൻ ആണ് USDT അല്ലെ? അതൊരു ടോക്കൺ ആണെങ്കിൽ ക്ലബ്മോസ് എന്ന് പറയുന്ന നമ്മുടെ ബ്ലോക്ക് ചെയിന്റെ ഒരു ഓൺ സ്റ്റേബിൾ ടോക്കൺ ആണ് USD മോസ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന എല്ലാ പ്രൊജക്റ്റുകളിലേക്കും ഉപയോഗിക്കുന്ന ഒരു ടോക്കൺ ആണ് USD മോസ്. ദെൻ ടിയ ടോക്കൺ. ടിയ എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ടോക്കൺ ആണ്. നമ്മുടെ യൂട്ടിലിറ്റി കോയിൻ, നമ്മുടെ ഇനി വരാൻ പോകുന്ന പ്രൊജക്റ്റുകളിലേക്കുള്ള എൻറോൾമെന്റ് നടത്തുന്നത് ടിയയിലൂടെയാണ്. ദെൻ ഡോജി വിങ്സ് ടോക്കൺ. എന്താണ് ഡോജി? ഒരു പക്ഷെ ഞാൻ ഇവിടെ 2 മിനിറ്റ് കൂടുതൽ എടുക്കുവാണ്. ഡോജിയെ കുറിച്ച് പറയുമ്പോൾ ഞാനും നിങ്ങളും ഒരുപാട് ടോക്കണുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. ആ ടോക്കണുകളൊക്കെ ഏതോ ഒരു ബ്ലോക്ക് ചെയിനിനകത്ത് എനേബിൾ ചെയ്തിരിക്കുന്ന ടോക്കണുകളാണ്. മാർക്കറ്റിൽ 1000-ൽ താഴെ ബ്ലോക്ക് ചെയിനുകൾ ഉണ്ട്. അതിൽ 30-ലധികം ബ്ലോക്ക് ചെയിനുകളെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും അറിയാം. എന്നാൽ 13 ലക്ഷത്തിലധികം ടോക്കണുകൾ ഉണ്ട്. ഈ 13 ലക്ഷം ടോക്കണുകളും നിലനിൽക്കുന്നത് ഏതോ ഒരു ബ്ലോക്ക് ചെയിനിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ ഓൺ ബ്ലോക്ക് ചെയിനിനെ, എന്റെ ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്ന ഒരു തേർഡ് പാർട്ടി കമ്പനിയാണ് ഡോജി വിങ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി. അവരുടെ കോയിനെ സൂക്ഷിച്ചിരിക്കുന്നത് എന്റെ ബ്ലോക്ക് ചെയിനിലാണ്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ബ്ലോക്ക് ചെയിനിലൂടെ നടക്കുന്നത് എന്റെ ബ്ലോക്ക് ചെയിനിലൂടെയാണ്. നാളെ വേറൊരു കമ്പനിക്ക് പോലും ആ അവസരം കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ബ്ലോക്ക് ചെയിൻ.
ഇന്ന് ഇവരുടെ ഒരു പ്രൊജക്ട് ലൈവ് ആണ്. ഏകദേശം 13 ലക്ഷം കമ്മ്യൂണിറ്റി ഉള്ള ഒരു ഗ്രൂപ്പാണ്. അവരുടെ ലോട്ടോ പ്രോജക്റ്റ് ഇന്ന് നമ്മുടെ ബ്ലോക്ക് ചെയിൻ ത്രൂ നടക്കുന്നു. നമുക്ക് പ്രൗഡ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. സോ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിന്റെ പേര് വേജസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ലൈക്ക് വേജസ് എന്ന് പറയുന്നത് 2008 മുതൽ ഒരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന ഗ്രൂപ്പാണ് വേജസ്. ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് മിസ്റ്റർ ഓസ്കാൻ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ്. പുള്ളിയാണ് ക്ലബ് മോസ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനെയും മോസ് കോയിൻ എന്ന് പറയുന്ന കോയിനെയും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദെൻ അവരുടെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് 4 രാജ്യങ്ങളിലാണ്. ഏഷ്യൻ പസഫിക് ആണ് നമ്മുടെ ടാർഗറ്റ്. ലോകം മുഴുവൻ ഏഷ്യൻ പസഫിക് ആണ് നോക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി ഉള്ള ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡമാണ് ഏഷ്യ എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഏഷ്യയാണ് നമ്മുടെ ടാർഗറ്റ്. ദെൻ നമ്മുടെ ഓൺ എക്സ്ചേഞ്ചിന്റെ പേരാണ് വേജസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച്. ദെൻ എന്താണ് വേജസിന്റെ ബാക്കപ്പ്? നമ്മളൊക്കെ പല കമ്പനികളുടെ ബാക്കപ്പിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. എന്താണ് വേജസിന്റെ ബാക്കപ്പ് എന്ന് ചോദിച്ചാൽ വേജസിന്റെ ബാക്കപ്പ് എന്ന് പറയുന്നത് ഗോൾഡ് ട്രേഡിംഗ് മൈനിങ് ആണ്. ഇതാണ് ഗോൾഡ് ട്രേഡിംഗ് മൈനിങ് എന്ന് പറഞ്ഞാൽ ഗോൾഡിന്റെ കൺസൈൻമെന്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് വേജസ്. വേജസ് ആണ് നമ്മുടെ ബാക്കപ്പ്. വേജസിന്റെ ഒരു സിംഗിൾ സർവീസ് ആണ് ക്ലബ് മോസ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ. അവർക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. 1 ഗോൾഡിന്റെ കൺസൈൻമെന്റ്, 2 ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, 3 NFT മാർക്കറ്റ് പ്ലേസ്, ദെൻ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ പോർട്ടുകളും നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞിരിക്കുന്ന വലിയ വലിയ സംവിധാനങ്ങളൊക്കെ എടുത്തിരിക്കുന്ന ഗ്രൂപ്പ് അദാനിയാണ്. അദാനി ശരിക്കും അവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ UK-യിലും UAE-യിലും ഒക്കെ വലിയ വലിയ ക്രെഡിബിലിറ്റി ഉള്ള പ്രോപ്പർട്ടീസിലും ഇതുപോലുള്ള പ്രൊജക്ട്സിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ് വേജസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ദെൻ ഫോറക്സ്, ക്രിപ്റ്റോ ട്രേഡിംഗ് ആൻഡ് മൈനിങ്. ഈ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ബിസിനസ് ബാക്കപ്പ് ഉള്ള ഒരു ഗ്രൂപ്പാണ് വേജസ് എന്ന് പറയുന്ന നമ്മുടെ പാരന്റ് കമ്പനി. ഈ വേജസിന്റെ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആണ് ക്ലബ് മോസ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ. ക്ലബ് മോസ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിലേക്കുള്ള കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് എന്റെയും നിങ്ങളുടെയും ആവശ്യം ഈ കമ്പനിക്കുള്ളത്. എന്തിനാണ് ഞാൻ നിങ്ങളോട് ഇത്രയും ലൗഡായി ഇത്രയും എക്സൈറ്റ്മെന്റ് ആയി സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ബിസിനസിന്റെ ഡെപ്ത് അത്രത്തോളം വലുതാണ്. ക്ലബ് മോസ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിലേക്കുള്ള കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് ട്രേഡ് മോസ് എന്ന് പറയുന്ന ഈ അഫിലിയേറ്റിംഗ് പ്രോഗ്രാം. നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ് ക്രിപ്റ്റോ വേൾഡിലേക്ക്. നിങ്ങൾ ഇവിടെ ഒരു ക്രിപ്റ്റോ വേൾഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആസ് എ ഇൻവെസ്റ്ററായി നമ്മളിലേക്ക് കടന്നു വരുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ ഇത് ഇൻവെസ്റ്ററായി കാണുന്നു. ആസ് എ ഇൻവെസ്റ്റർ നിങ്ങൾ എന്റെ ബിസിനസ്സിലേക്ക് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ, നിങ്ങൾ ക്രിപ്റ്റോയിലൂടെ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന 400 ദിവസം കൊണ്ട് 2 ലക്ഷം രൂപയായിട്ട് റിട്ടേൺ വരും. ഞാൻ ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ എന്റെ ബിസിനസ്സിലേക്ക്, എന്റെ ക്ലബ് മോസ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിലേക്ക് നിങ്ങൾ കടന്നു വരുന്നത് ട്രേഡ് മോസ് എന്ന് പറയുന്ന അഫിലിയേറ്റിംഗ് പ്രോഗ്രാമിലൂടെയാണ്. നിങ്ങൾ എങ്ങനെയാണ് കടന്നു വരുന്നത്? നിങ്ങൾ ഇവിടെ ക്രിപ്റ്റോ വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ത്രൂ ഇവിടെ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രൊജക്ട്സുകളിലേക്കുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആസ് എ ഇൻവെസ്റ്റർ നിങ്ങൾ 1 ലക്ഷം രൂപ ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ കിട്ടും 400 ഡേയ്സിൽ. ആസ് എ പ്രൊമോട്ടർ നിങ്ങൾ പ്രൊമോട്ട് ചെയ്താൽ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യാനുള്ള ഒരു അവസരം കൂടി കമ്പനി ഇവിടെ നൽകുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ വളരെ ശ്രദ്ധിച്ച് കാണുക. എന്താണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അതിന്റെ 0.5 എവരിഡേ നിങ്ങളുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്താണോ അതിന്റെ 0.5. എക്സാമ്പിൾ, നിങ്ങൾ $1000 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് $5 വെച്ച് നിങ്ങളുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവും. 400 ദിവസം കൊണ്ട് നിങ്ങളുടെ ഫണ്ട് ഡബിൾ ആയിട്ട് പോകും. കാരണം 100% അഷ്വേർഡ് ഗ്രോത്ത് ആണ് കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നിങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഞാനൊരു വക്കീലാണ്, ഞാൻ എന്റെ പ്രൊഫഷനെ ഒരു സൈഡിൽ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അതിശക്തമായി ഈ പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണം, അതിന് റീസൺ ഒന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അത്രത്തോളം ഇൻകം ഈ പറയുന്ന മേഖലയിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഇത് നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് ഇത് റെഫർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ $100 മുതൽ $5000 വരെയാണ് ഒരു സുഹൃത്തിനോട് നിങ്ങൾ ഇത് റെഫർ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റന്റ്ലി നിങ്ങൾക്ക് 5% കിട്ടും.
സെക്കൻഡ് ലെവലിൽ നിങ്ങൾക്ക് 1% കിട്ടും. ഇവിടെ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ എന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവാം. ഇവിടെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഞാൻ, അതായത് ജിജോ എന്ന് പറയുന്ന ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയാൽ എന്റെ സുഹൃത്ത് ഈ ബിസിനസ്സിലേക്ക് വരുന്നത് എന്നിലൂടെയാണ്. എക്സാമ്പിൾ, ഞാൻ പ്രദീപ് എന്ന് പറയുന്ന എന്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്തി. പുള്ളി ഇതിലേക്ക് ഒരു ബിസിനസ് കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോ അയാളുടെ ക്യാപിറ്റലിന്റെ 5% ആർക്ക് കിട്ടി? എനിക്ക് കിട്ടി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന്റെ 5% ആർക്ക് കിട്ടി? എനിക്ക് കിട്ടി. ദെൻ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് എന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണോ അയാൾക്ക് 1% കിട്ടും. കൂടാതെ 5000 മുതൽ 10000 വരെ ആണെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് 7.5 എന്നുള്ളത് 2% ആയിട്ട് മാറും. ക്ലിയർ? തേർഡ്, 10000 മുതൽ 15000 വരെ ആണെങ്കിൽ 10% കിട്ടും. സെക്കൻഡ് ലെവലിൽ 3% കിട്ടും. 15000-നും 50000-നും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 10% കിട്ടും. സെക്കൻഡ് ലെവലിൽ 3% കിട്ടും. ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ റെഫറൽ കമ്മീഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് 5 to 20% നിങ്ങൾക്ക് കിട്ടും. നോർമലി നിങ്ങൾക്ക് കിട്ടുന്ന റെഫറൽ കമ്മീഷനിലുപരി 5% ഒരു കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ 5 മുതൽ 20% വരെ ഏൺ ചെയ്യാനുള്ള ഒരു അവസരം കമ്പനി നിങ്ങൾക്ക് ഇവിടെ നൽകുന്നുണ്ട്. ദെൻ നിങ്ങൾ ഇതൊരാളോട് റെഫർ ചെയ്താൽ കിട്ടുന്ന വരുമാനത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ലെവൽ ഇൻകം. ഈ സ്ക്രീനിൽ കാണുന്നത് നിങ്ങളാണെന്ന് കരുതുക, നിങ്ങൾ ഓരോരുത്തരുമാണെന്ന് കരുതുക. എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ 5 സുഹൃത്തുക്കളെ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തി. അവിടെ 5 വാക്കന്റുകൾ ഉണ്ട്. 5 സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി. ഡിഫറെന്റ് എമൗണ്ടുകളാണ്. $100, $500, $1000, 10 ലക്ഷം, ഡിഫറെന്റ് എങ്ങനെയാവട്ടെ. ആ 5 പേരുടെ ടോട്ടൽ എമൗണ്ട് ഒരു 10 ലക്ഷം രൂപയാണെന്ന് കരുതുക. എക്സാമ്പിൾ, ഒരു 10 ലക്ഷം രൂപ ഉണ്ട് എന്ന് കരുതുക. ഞാൻ ആദ്യം പറഞ്ഞു ഇൻവെസ്റ്ററിന് 400 ഡേയ്സിൽ ഫണ്ട് ഡബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ആദ്യത്തെ വ്യക്തി $100 ആണെങ്കിൽ ആ വ്യക്തിക്ക് അവിടെ $200 കിട്ടും. രണ്ടാമത്തെ വ്യക്തി $500 ആണെങ്കിൽ ആൾക്ക് $1000 കിട്ടും. അപ്പോ അവിടെ 10 ലക്ഷം വന്നെങ്കിൽ 20 ലക്ഷം രൂപ ഓരോരുത്തർക്കായിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് എമൗണ്ട് ഇട്ട് അവർക്ക് അക്യുമുലേറ്റ് ചെയ്ത് 20 lakhs കിട്ടി. നിങ്ങൾക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തിയ വ്യക്തിയുടെ ക്യാപിറ്റൽ എമൗണ്ട് എന്താണോ അതാണ് നമ്മുടെ ഇൻകം. ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ ഒരു സുഹൃത്തിനെ 10 ലക്ഷം രൂപയ്ക്ക് ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയാൽ 10 ലക്ഷം ഇട്ട ഇൻവെസ്റ്ററിന് 20 ലക്ഷം കിട്ടും. 10 ലക്ഷം രൂപ അതുപോലെ ആർക്ക് കിട്ടും? നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഒരു കണ്ടീഷനും കമ്പനി പറയുന്നില്ല. നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയുടെ ക്യാപിറ്റൽ എമൗണ്ട് ആണ് നിങ്ങളുടെ വരുമാനം. പക്ഷെ അത് തരുന്നത് 750 ദിവസം കൊണ്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ഇൻവെസ്റ്ററിന് 400 ദിവസം കൊണ്ട് ഡബിൾ കിട്ടും. ഇവിടെ പ്രൊമോട്ടറിന് 750 ദിവസം കൊണ്ട് ആ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. സെക്കൻഡ് ലെവൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ 3 പേരെ ഡയറക്റ്റ് ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്യണം. എക്സാമ്പിൾ, ഞാൻ വന്നു, ഞാൻ അനീഷിനെയും പ്രദീപേട്ടനെയും വേറൊരാളെയും ഡയറക്റ്റ് സ്പോൺസർ ചെയ്തു. അവരൊക്കെ എന്റെ ഫസ്റ്റ് ലെവലാണ്. അവരൊക്കെ ഈ ബിസിനസ്സിൽ ഒരാളെ പ്രൊമോട്ട് ചെയ്താൽ അതൊക്കെ എന്റെ സെക്കൻഡ് ലെവലിലാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ സെക്കൻഡ് ലെവലിൽ നടക്കുന്ന ടോട്ടൽ ബിസിനസ്, അവിടെ ഒരു 10 ലക്ഷം രൂപയുടെ ബിസിനസ് നടന്നാൽ അവിടെ നിന്ന് എനിക്ക് 40% കിട്ടും. അതായത് 4 ലക്ഷം രൂപ ആർക്ക് കിട്ടും? എനിക്ക് കിട്ടും. 750 ദിവസം കൊണ്ട്. ആദ്യത്തെ ലെവൽ കിട്ടാൻ ഒരു കണ്ടീഷനും ഇല്ല. പക്ഷെ രണ്ടാമത്തെ ലെവൽ കിട്ടണമെങ്കിൽ 3 പേരെ നമ്മൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യണം. മൂന്നാമത്തെ ലെവൽ നിങ്ങൾ സ്ക്രീൻ കാണുക. ഓൾറെഡി നമ്മൾ 3 പേരെ സ്പോൺസർ ചെയ്തു. നമ്മൾ 2 പേരെ കൂടി സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീമിൽ ടോട്ടൽ 5 പേരുണ്ടാകും. ABC 3 ഡിഫറെന്റ് ലെഗുകളിൽ $1000 കച്ചവടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ബിസിനസിന്റെ തേർഡ് ലെവലിൽ നടക്കുന്ന ടോട്ടൽ ബിസിനസിന്റെ 20% 750 ദിവസം കൊണ്ട് നമുക്ക് കിട്ടും. തേർഡ് ലെവൽ കഴിഞ്ഞു. ഫോർത്ത് ലെവൽ 10% ആണ്. ഇവിടെ ഒരു കണ്ടീഷനേ ഉള്ളൂ. നമ്മൾ 6ാമതൊരാളെ സ്പോൺസർ ചെയ്താൽ 4ാമത്തെ ലെവൽ നമുക്ക് ഓപ്പൺ ആവും. 5ാമത്തെ ലെവലിൽ 7%,
6 മുതൽ 10 വരെ 5%, 11 മുതൽ 15 വരെ 3%, 16 മുതൽ 20 വരെ 1%. 11 മുതൽ 15 വരെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കമ്പനിയുടെ 4ാമത്തെ റാങ്ക് ബ്രേക്ക് ചെയ്തിരിക്കണം. നമുക്കിത് പ്രൗഡ് ആയിട്ട് പറയാനായിട്ട് പറ്റും. ഇന്ന് ട്രേഡ് മോസിൽ 2 4th റാങ്ക് അച്ചീവേഴ്സ് ഉണ്ട്. നമുക്ക് പ്രൗഡ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. 16ാമത്തെയും 20ാമത്തെയും ലെവലുകൾ നിങ്ങൾക്ക് എലിജിബിൾ ആക്കണമെങ്കിൽ നിങ്ങൾ കമ്പനിയുടെ 5ാമത്തെ റാങ്ക് ബ്രേക്ക് ചെയ്യണം. സ്വാഭാവികം, വലിയൊരു ഗ്രൂപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ഓരോ റാങ്കുകൾ ബ്രേക്ക് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ 1ാമത്തെ ലെവൽ മുതൽ 20 ലെവൽ വരെ നിങ്ങൾക്ക് ലെവൽ ഇൻകം കിട്ടാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലാൻ ആണ് ട്രേഡ് മോസ് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് നൽകിയിരിക്കുന്നത്. പിന്നെ പറയുന്നത് റാങ്കുകളാണ്. ഞാൻ 2 റാങ്കുകൾ മാത്രം പറയുന്നു. ഒന്ന് അനലിസ്റ്റിക്. അനലിസ്റ്റിക് ആകാൻ വേണ്ടത് നിങ്ങൾ ഈ ബിസിനസ്സിൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് 100 ആയിരിക്കണം. നിങ്ങൾ 5 പേരെ സ്പോൺസർ ചെയ്തിരിക്കണം. 10,000 USDTയുടെ ഓളിയം നിങ്ങളുടെ ടീമിൽ വന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അനലിസ്റ്റിക് എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തും. 10,000 USDT വരുമ്പോൾ നിങ്ങൾക്ക് $1,000 എലിജിബിലിറ്റി ആണ് വരുന്നത്. എഗെയിൻ ഒരു 10,000 വരുമ്പോൾ 20 വരുമ്പോൾ ഒരു 350 കിട്ടും. എഗെയിൻ ഒരു 10,000 വരുമ്പോൾ അങ്ങനെ ടോട്ടൽ 30,000 USDTയുടെ കച്ചവടം വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു $1,000 റിവാർഡ് കിട്ടുന്നത്. ഈ പറഞ്ഞ വരുമാനത്തിനൊക്കെ പുറമെ നിങ്ങൾക്ക് $1,000 റിവാർഡ് കിട്ടും. ഒരുപക്ഷെ ഇന്ന് ഈ വോയിസ് കേൾക്കുന്ന പലർക്കും ഈ പറഞ്ഞിരിക്കുന്ന റിവാർഡുകൾ കിട്ടിയ മെമ്പേഴ്സ് ആയിരിക്കും. ഇതിന്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഐക്കൺ എന്ന് പറയുന്ന റാങ്കാണ്. ഐക്കൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് 10,000 USDT ആയിരിക്കണം. നിങ്ങളുടെ റഫറൽ 25 പേരെ നിങ്ങൾ ഈ ബിസിനസ്സിൽ ഡയറക്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരിക്കണം. കണ്ടീഷൻ മിനിമം 4 ചാമ്പ്യൻ റാങ്ക് ഹോൾഡേഴ്സ് ഇൻ ദ ടീം. നിങ്ങളുടെ ടീമിൽ 4 ചാമ്പ്യന്മാരുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിയുടെ ഐക്കൺ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തും. ഐക്കൺ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻസ്റ്റന്റ് റിവാർഡ് എന്ന് പറയുന്നത് 5 ലക്ഷം USDT ആണ്. 5 ലക്ഷം USDT കിട്ടിയാൽ 4.5 കോടി രൂപയാണ് നിങ്ങൾക്ക് റിവാർഡ് ആയിട്ട് ഈ കമ്പനി നിങ്ങൾക്ക് തരുന്നത്. ഈ പ്ലാനിനകത്ത് 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ട്രേഡ് മോസ് എന്ന് പറയുന്ന ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കേട്ടു. ട്രേഡ് മോസ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കേട്ടു. ക്ലബ് മോസ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിന്റെ ഒരു ഓൺ കോയിൻ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളും മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു ക്ലബ് മോസ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനെ കുറിച്ച് പറഞ്ഞു. ട്രേഡ് മോസ് എന്ന് പറയുന്ന അഫിലിയേറ്റീവ് പ്രോഗ്രാമിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ വിഡ്രോവൽ ചെയ്യുന്ന ഓരോ വിഡ്രോവലിന് 10% കമ്പനി സർവീസ് ചാർജ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതിൽ 5% നിങ്ങൾക്ക് റിവാർഡായിട്ട് മോസ് കോയിൻ ലഭിക്കും. 5% കമ്പനിയുടെ സർവീസ് ചാർജ് ആയിട്ട് മാറും. ഈ 5% കിട്ടുന്ന മോസ് കോയിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് ഇനി പറയാനുള്ളത്. നിങ്ങൾ പ്ലാൻ കേട്ടു, നിങ്ങൾ പ്രൊജക്ട് കേട്ടു, അതുപോലെയാണ് നിങ്ങൾ ഒരുപക്ഷെ ബിറ്റ്കോയിനെ കേട്ടു, എതേറിയം കേട്ടു, BNB കേട്ടു എന്ന് പറയുന്നത് പോലെ നിങ്ങൾ മോസ് കേട്ട് പോയി എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളോട് ബിറ്റ്കോയിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ബിറ്റ്കോയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകില്ല. നിങ്ങളുടെ സുഹൃത്ത് എതേറിയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ എതേറിയത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സുഹൃത്ത് BNB യെ കുറിച്ച് പറഞ്ഞെങ്കിൽ നിങ്ങൾ BNB-യിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളൊക്കെ ക്രിപ്റ്റോ കറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു മിനിമം ലോജിക്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ USDT അയക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാലറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു വാലറ്റിലേക്ക് നിങ്ങൾ USDT അയക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്ലോക്ക് ചെയിനിന്റെ ഓൺ കോയിൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ USDT നിങ്ങൾക്ക് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ പറയുന്ന ഒരു പോയിന്റ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഏതെങ്കിലും ഒരു ബ്ലോക്ക് ചെയിനിന്റെ സർവീസ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ ബ്ലോക്ക് ചെയിനിന്റെ ഓൺ കോയിൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ട്രാൻസ്ഫറിങ് നടക്കത്തുള്ളൂ. അങ്ങനെ ആ കമ്മ്യൂണിറ്റി മുഴുവൻ അത് ഉപയോഗിച്ചപ്പോൾ ഇവിടെ ബിറ്റ്കോയിൻ സക്സസ് ആയി, ഇവിടെ എതേറിയം സക്സസ് ആയി, ഇവിടെ BNB സക്സസ് ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഓൺ പേയ്മെന്റ് ഗേറ്റ്വേയും ഒരുപാട് ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ടുകൾ പൈപ്പ് ലൈനിലുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ക്ലബ് മോസ് എന്ന് പറയുന്ന നമ്മുടെ ബ്ലോക്ക് ചെയിൻ.
ഈ ബ്ലോക്ക് ചെയിന്റെ നാളത്തെ സർവീസ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മസ്റ്റ് ആയിട്ടും മോസ് എന്ന് പറയുന്ന നമ്മുടെ ഓൺ കോയിൻ ഉണ്ടായിരിക്കണം. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, നാളെ പബ്ലിക് ഇത് ഉപയോഗിക്കുമ്പോൾ അവരുടെ കയ്യിലും മസ്റ്റ് ആയിട്ട് മോസ് എന്ന് പറയുന്ന കോയിൻ ഉണ്ടായിരിക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറയുവാണ്, നിങ്ങൾ ഇന്ന് USDT ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊക്കെ BNB എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ BNB നിങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ നാളെ ഈ ലോകത്തുള്ള ഒരുപാട് പേർ മോസ് സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാനും നിങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബിറ്റ്കോയിൻ സക്സസ് ആയതുപോലെ, എത്തേറിയം സക്സസ് ആയതുപോലെ BNB സക്സസ് ആകും എന്ന് ഞാനും നിങ്ങൾ കേട്ടതുപോലെ ഞാൻ ഒരു മില്യനർ ആയിരിക്കും, നിങ്ങളും ഒരു മില്യനർ ആയിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ സംഭാഷണം അവസാനിപ്പിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു തീരുമാനം എടുക്കുക, കൂടെ നിൽക്കുക. താങ്ക് യു.